അടുത്തതായിട്ട് നമ്മൾ മുൻ MP സി ഹരിദാസ് നമ്മളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രിയ നിറഞ്ഞ കുട്ടികളെ, സഹോദരി സഹോദരന്മാരെ, ഈ വേദിയെ ധന്യമാക്കിയ മയൽ വ്യക്തികളെ, ട്രസ്റ്റ് അംഗങ്ങളെ, എങ്ങനെ പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നന്ദൻ പറഞ്ഞത് ചന്ദ്രേട്ടൻ വല്ലാതെ നീട്ടരുത്. ഒരു പക്ഷേ അധ്യക്ഷൻ എൻ്റെ പ്രായത്തിൽ കണ്ടിട്ടുണ്ടാവും. എനിക്കൊരു 14 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട വാസോടനെ ഞാൻ കാണുന്നത്. അന്ന് കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ സാഹിത്യകാരന്മാരും എൻ്റെ പൊന്നാനിയിൽ ഒന്നിച്ചു കൂടും. ഒരു വായനശാല ഉണ്ടായിരുന്നു, കൃഷ്ണപ്പണിക്കർ വായനശാല. വാസുവേട്ടൻ വിക്ടോറിയ കോളേജിൽ പഠിച്ച ലാസ്റ്റ് ഇയർ, ആ വളർത്തുമൃഗങ്ങളൊക്കെ എഴുതിയ കാലഘട്ടം. അങ്ങനെ പൊന്നാനിയിൽ വരും. അന്നിതുപോലെ ബസ്സൊക്കെ ഇല്ല, നടന്നിട്ട് വരിക. കൃഷ്ണപ്പണിക്കർ വായനശാല ഒരു പീഡനമുള്ള, ഇപ്പോൾ സ്വന്തമായി ഞങ്ങൾക്ക് കെട്ടിടമൊക്കെ ആയി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പേരിലുള്ള സ്മാരകം പ്രിയപ്പെട്ട നന്ദൻ എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. അന്നൊരു പീഡനമുള്ള, ആ പീഡികമുകളിൽ 2-3 ബെഞ്ചുണ്ടാവും. ആ ബെഞ്ചിലാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ, PC കുട്ടികൃഷ്ണൻ എന്ന ഗ്രൂപ്പ്, പ്രിയപ്പെട്ട അക്കിത്തം, പ്രിയപ്പെട്ട അക്കിത്തത്തിൻ്റെ സഹോദരൻ ചിത്രകാരൻ തിരുമേനി, കടവനാട് കുട്ടികൃഷ്ണൻ, കോഴിക്കോട്ട് കാലത്ത് നാടകവേദികളിൽ അഭിനയിക്കുന്ന കുഞ്ഞാടി, ബാലൻ കെ നായർ ഒക്കെ വരും. അന്ന് നമ്മൾ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗം. ഞാൻ AVI സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം. അന്ന് എടശ്ശേരിയുടെ ആദ്യത്തെ നാടകമായ കൂട്ടുകൃഷി, ആ കൂട്ടുകൃഷിയിൽ അഭിനയിക്കാൻ സ്ത്രീകളില്ല. എൻ്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ളൊരു കുടുംബമാണ് എടശ്ശേരിയുടെ കുടുംബം. മക്കളൊക്കെ എൻ്റെ ക്ലാസ്സിലായിരുന്നു. സതീഷ് ഇവിടെ മരിച്ചു. ഇപ്പോൾ മറ്റുള്ള മക്കളാണ് ഞങ്ങളുടെ എടശ്ശേരിയുടെ ആ സ്മാരകം കൊണ്ട് നടക്കുന്ന രവിയൊക്കെ. അവരൊക്കെ ഇപ്പോൾ തൃശ്ശൂരിലുണ്ട്. അങ്ങനെ എന്നെ കണ്ടുപിടിച്ചത് ഇന്നത്തെ പ്രിയപ്പെട്ട എൻ്റെ സഹപാഠിയായ C രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ അച്ഛൻ T ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു പിൻകാലത്ത് മാതൃഭൂമിയുടെ എഡിറ്ററായ വേണുട്ടൻ. അങ്ങനെ പറഞ്ഞു, ഇവനെ നമുക്ക് സ്ത്രീയാക്കാം. അങ്ങനെ ആദ്യത്തെ കൂട്ടുകൃഷിയിലെ ആയിഷയാണ് എളിയവനായി ഞാൻ. ആ ആയിഷയെ കണ്ട് എൻ്റെ വാസുവേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ ആർക്കൊന്നും തോന്നരുത്. അതാ പറഞ്ഞ് എനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം അന്നു മുതൽ തുടങ്ങിയ ബന്ധം. അതിനുശേഷം ഞാൻ മാനേജരായ സ്കൂളിൽ വാസുവേട്ടനെ കൊണ്ടുവന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രിയപ്പെട്ട അജിത് കൊളാരുടെ അച്ഛൻ അപ്പേട്ടനുണ്ടായിരുന്നു. അവിടെ വേറൊന്നായിട്ടാണ് എന്നെ ചിത്രീകരിച്ചത് വാസുവേട്ടൻ. അവിടെ വെച്ച് പറഞ്ഞ് ആർക്കൊന്നും തോന്നരുത് കുട്ടികൾക്ക്. വാസുവേട്ടൻ പറഞ്ഞു, ഇവൻ നല്ലൊരു ചരക്കാണ്. എന്തടിയ ഇന്നത്തെ വാസുവേട്ടനല്ല. അന്നത്തെ വാസുവേട്ടൻ വേറൊരു ലോകത്തിലാണ്. വാസുവേട്ടൻ്റെ അച്ഛൻ്റെ കുടുംബവുമായും അമ്മയുടെ കുടുംബവുമായും ഏറ്റവും അടുപ്പമുള്ളൊരു കുടുംബമാണ് എൻ്റെ കുടുംബം. അച്ഛൻ്റെ കുടുംബം പുന്നൂർക്കുളത്ത്, എൻ്റെ അച്ഛൻ്റെ കുടുംബം സാക്ഷാൽ കമലാസുരയുടെ കുടുംബം. ആ കമലാസുരയുടെ കുടുംബവും വാസുവേട്ടനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധങ്ങൾ എനിക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ. ആ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ഒരുപക്ഷെ 32 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തോടൊപ്പം ഈ കമ്മിറ്റിയിൽ വരാൻ കഴിഞ്ഞത്. വളരെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സ്കൂളിൽ വന്ന് വാസുവേട്ടൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ മറ്റൊന്നായിരുന്നു. ഇങ്ങനെ പ്രസംഗിച്ച് കത്തിക്കയറുന്നു എൻ്റെ പ്രിയപ്പെട്ട വാസുവേട്ടൻ. അവിടെ വെച്ച് വാസുവേട്ടൻ എന്നെ വിശേഷിപ്പിച്ചത് എനിക്കൊരു കാമുകിയുണ്ടായിരുന്നു.
എല്ലാവരും നോക്കി. എനിക്ക് പൊന്നാനിയിലെ കാമുകി, മൂപ്പര് ആകെ 1-2 പ്രേമിച്ചിട്ടുള്ളൂ. ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പുന്നോർക്കുളത്തിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആരാണ് ഈ കാമുകി എന്ന് അറിയണ്ടേ? കൊളാടി ചോദിക്കുന്നുണ്ട്, ആരാ വാസു, ആരാ വാസു? ആ കാമുകി നിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ചൂണ്ടിക്കാണിച്ചു. സ്കൂളിൻ്റെ മാനേജരായ ഞാനായിരുന്നു വാസുവേട്ടൻ്റെ കാമുകി. അപ്പോൾ അത്രമാത്രം ബന്ധമുള്ള ഒരുപാട് കഥകളുമായി എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകൾ. അതുകൊണ്ട് അദ്ദേഹമില്ലാത്ത ഒരു സ്റ്റേജിൽ എനിക്ക് ഇതാണ് സംസാരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. എല്ലാവരും സഹായിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുരുക്കൾ മൊയ്തീൻ ഇവിടുത്തെ MLA ആണ്, സഹായിക്കാറുണ്ട്. ഇനിയും നിങ്ങൾ സഹായിക്കണം. നല്ലൊരു ടീമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് നന്ദകുമാറിൻ്റെ കീഴിൽ. ലീലാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നല്ലൊരു ടീം. ഒരു കാരണവരെന്ന നിലയിലാണ് ഇനി അവർ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. വാസുവേട്ടൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് ഈ മണ്ണിൽ നടപ്പാക്കണം. ഇതാണ് നമ്മൾ വാസുവേട്ടന് കൊടുക്കേണ്ട സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ നീട്ടുന്നില്ല, നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട വാസുവേട്ടന് ആത്മാവിന് നിത്യശാന്തി കൊണ്ട് നടന്നുകൊണ്ട് ഈ അനിയൻ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.